ഫെഡറലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേയായിട്ട് വാട്ട് ഈസ് ഫെഡറലിസം? എന്താണ് ഫെഡറലിസം? Federalism is a system of government in which the power is divided between a central authority and various constituent units of the country. അതായത് നമുക്കൊരു സെൻട്രലിലൊരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും, അതല്ലാതെ ഒന്നോ രണ്ടോ ലെവൽസ് ഗവൺമെൻറ് അതിൻ്റെ താഴെ ഉണ്ടായിരിക്കും. ഇതിലേക്കുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ പവർ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഗവൺമെൻറ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. യൂഷ്വലി എ ഫെഡറേഷൻ ഹാസ് 2 levels ഓഫ് ഗവൺമെൻറ്. മെയിനായിട്ട് നമുക്ക് എപ്പോഴും എന്താണ് ഒരു അറ്റ്ലീസ്റ്റ് 2 ടയർ അല്ലെങ്കിൽ 2 ലെവലെങ്കിലും ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഒന്ന് സെൻറ്ററിലും അതുപോലെ തന്നെ ഒന്ന് അതിൻ്റെ താഴെ. അത് പ്രൊവിൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ ആകുമ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ എന്താണ് വരുന്നത്, ഒരു പ്രൊവിൻസസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഡിവൈഡഡ് ഇൻ ടു 1 or 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ടയേഴ്സ് ഓഫ് ഗവൺമെൻറ്. ദിസ് ഈസ് കോൾഡ് ഫെഡറലിസം. നെക്സ്റ്റ് വൺ, കീ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഫെഡറലിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദർ ആർ 2 or more ലെവൽസ് ഓഫ് അല്ലെങ്കിൽ ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഗവൺമെൻറ് നമുക്ക് പറയാം. അതിൽ 2 or more ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് നമ്മൾ 3 ടയേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ലെവൽസ് ആണുള്ളത്. ഒന്ന് സെൻറ്റർ, രണ്ടാമത്തേത് സ്റ്റേറ്റ്, മൂന്നാമത്തേത് ലോക്കൽ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഗവേൺ ദ സെയിം സിറ്റിസൺസ്. ഇത് എല്ലാം ഭരിക്കുന്നത് ഒരേ സിറ്റിസൺസിനെ തന്നെയാണ്. ബട്ട് ഈച്ച് ടയർ ഹാസ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക അധികാര പരിധിയുണ്ട്. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പം അധികാര പരിധി. അതിലുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ലെവൽ. ഇപ്പോൾ സെൻറ്റർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ്, ഇപ്പോൾ ഏത് ജൂറിസ്ഡിക്ഷൻ, ഇതിപ്പോൾ ചില നമ്മൾ കേസിലൊക്കെ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കേസല്ല, നിങ്ങൾ അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റിനും സെൻറ്ററിനും ലോക്കലിനും ഒക്കെ എന്തുണ്ട്, ഒരു പ്രത്യേക ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. So, separate jurisdiction. Each tier has its own powers and responsibilities. ഇനി ഈ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് the jurisdiction of the respective levels or tiers of government are specified in the constitution. So, the existence and authority of each tier of government ഈസ് കോൺസ്റ്റിറ്റ്യൂഷനലി, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെന്ത് നമുക്കത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതായത് ഇത് ഇന്ന സംസ്ഥാനത്തിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന സംസ്ഥാനത്തിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ കേരളവും തമിഴ്നാടും തമ്മിൽ അല്ലേ, അതുപോലെ കാവേരി റിവറിൻ്റെ പേരിൽ തമിഴ്നാടും കർണാടകയും തമ്മിലൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് അവരങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇത് ഞങ്ങളുടെയാണെന്നുള്ള പറച്ചിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പം അതിൽ ആരെ ഇടപെടുന്നത്, ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയാണ് ഇടപെടുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിലെന്ത് പറ്റാം, ചേഞ്ചസ് വരുത്താം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കോർട്സ് ഹാവ് ദ പവർ ടു ഇൻ്റർപ്രിറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്. ഇത് കോർട്ട് വഴി അല്ലെങ്കിൽ നിയമം വഴി നമുക്ക് എന്തുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വഴി സംരക്ഷണമുണ്ട്, അതുപോലെ തന്നെ നിയമം വഴി നമുക്ക് സംരക്ഷണമുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ ഓവർസൈറ്റ്, കോർട്സ് ഇൻ്റർപ്രിറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ടയേഴ്സ് ഓഫ് ഗവൺമെൻറ്. ഇപ്പോൾ സെൻറ്റർ സ്റ്റേറ്റ് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാം, അതുപോലെ സ്റ്റേറ്റും ലോക്കൽ ഗവൺമെൻറ്റും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് കോടതി എന്ത് ചെയ്യുന്നു, അതിലിടപെട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് നമുക്ക് നേടിത്തരുന്നുണ്ട്. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ദെൻ 6.1 സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ആർ ക്ലിയർലി സ്പെസിഫൈഡ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, റവന്യൂ വേണം അല്ലേ. ഈ റവന്യൂ വരുന്നത് ഓരോ സ്റ്റേറ്റിന് ഇന്ന റവന്യൂ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിന് കുറേ, ഇപ്പോൾ ടാക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സെൻട്രൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് അത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ടാക്സ് ആയിരിക്കും. അതുപോലെ ചില സംസ്ഥാനത്ത് ചില സാധനങ്ങൾക്ക് ടാക്സ് ഉണ്ടായിരിക്കും, ചിലതിന് ഉണ്ടാവില്ല. അതുപോലെ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം, ബസ് ഫെയർ ഒക്കെ ആകുമ്പം അപ്പം കേരള RTC അല്ലെങ്കിൽ KSRTCയുടെ ചാർജ് അല്ല തമിഴ്നാട്ടിൽ വരും. തമിഴ്നാട്ടിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഫ്രീ ട്രാവലിംഗ് അവർ കൊടുക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പം റവന്യൂ എന്ന് പറയുന്നതും ഇതേപോലെ അവർക്ക് വ്യത്യാസത്തിൽ കൊടുക്കുന്നതാണ്.
അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഓരോ ലോക്കൽ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. 7th പോയിന്റ് പറയുന്നത് ഓരോ ഫെഡറൽ സിസ്റ്റത്തിനും അത് ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഏതൊക്കെയാണ് ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ്? ഫെഡറലിസം എയിംസ് ടു പ്രൊമോട്ട് യൂണിറ്റി ആൻഡ് അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി. അതായത് അവർക്ക് യൂണിറ്റിയും കൊടുക്കണം, അതുപോലെ തന്നെ റീജിയണൽ ഡൈവേഴ്സിറ്റിയും. എല്ലാവരും തമ്മിലൊരു ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നല്ലേ പറയുന്നത്. അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും മലയാളത്തിൽ. ഒരുപാട് വ്യത്യസ്തമായ ലാംഗ്വേജുകളും ഭാഷകളും വസ്ത്രധാരണങ്ങളും മതവും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു യൂണിറ്റി കൂടെ അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫെഡറലിസത്തിൻ്റെ ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും. യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ആ വൈവിധ്യങ്ങൾ ഡൈവേഴ്സിറ്റീസും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേറെ 2 കാര്യങ്ങൾ പറയുന്നത് എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഫെഡറലിസം. 2 കാര്യങ്ങളാണ്. ഒന്ന് പവർ ഷെയറിങ്ങും രണ്ടാമത്തത് മ്യൂച്വൽ ട്രസ്റ്റും. പവർ ഷെയറിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആദ്യത്തെ ചാപ്റ്ററിൽ. എന്താണ്? ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് എഗ്രീസ് ടു ഷെയർ പവർ. അവരെന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും പവർ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്തുണ്ടാവണം? ഈ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഇടയ്ക്ക് ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരിക്കണം. ഇനി വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ പോളിസി അല്ലെങ്കിൽ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണെന്ന് പറയാൻ കാരണം? അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ ഒരു കാര്യം നോക്കണം. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ബെൽജിയത്തിൻ്റെയും ശ്രീലങ്കയുടെ ഒക്കെ ഒരു കാര്യം അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയെക്കാളും ചെറുതായിട്ടുള്ളൊരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത് ബെൽജിയം. വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ആ ഒരു രാജ്യത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഇതേപോലെ പല ഭാഷകൾ സംസാരിക്കുന്ന, പല വേഷങ്ങൾ ധരിക്കുന്ന, പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് തീർച്ചയായും എന്തുണ്ടായിരിക്കും? ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെഡറൽ സിസ്റ്റം എന്നുള്ള ആ ഒരു സംഭവം ഫോളോ ചെയ്യുന്നത്. ലെറ്റ് us begin with the constitution. ഇന്ത്യ ഹാഡ് എമേർജ്ഡ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ ആഫ്റ്റർ എ പെയിൻഫുൾ ആൻഡ് ബ്ലഡി പാർട്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇന്ത്യ ഒരു നല്ല കോൺഫ്ലിക്റ്റിൻ്റെയും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് വാറിൻ്റെയും അതുപോലെ തന്നെ ബ്ലഡി പാർട്ടീഷൻ, ഇന്ത്യ പാകിസ്ഥാനുള്ള വിഭജനം കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇന്നത്തെ കാണുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ട് ഇന്ത്യ മാറിയത്. Soon after independence, several princely states become a part of the country. കുറേ നാട്ടുരാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും പിന്നീട് ഓരോ സ്റ്റേറ്റുകളായിട്ട് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് അങ്ങനെയൊക്കെ ആയിട്ട് മാറി. ലെറ്റ് us go back to the 7 features of federalism. നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള 7 features of federalism ഇല്ലേ, അതൊക്കെ നിങ്ങളൊന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ 3-fold ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നുള്ളത്. അത് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെന്തായാലും പഠിച്ചു വെക്കണം. 2 മാർക്സിന് ചിലപ്പം ഓരോന്നായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി 3-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചേക്കാം. യൂണിയൻ ലിസ്റ്റ് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് ആണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. സച്ച് ആസ് ഡിഫൻസ്, അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കറൻസി. They are included in this list because we need a uniform policy on this matters. ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു യൂണിഫോം എന്തുണ്ടാവണം? പോളിസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, ആ പോളിസി വേണം. അതുകൊണ്ടാണ് ഇതിന്, അല്ലെങ്കിൽ ഇതൊരു രാജ്യത്തിനെ മൊത്തമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഈ ഒരു ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. State list contains subjects of state and local importance such as police, trade, commerce, agriculture and irrigation. സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. The state governments alone can make laws relating to the subjects mentioned in the list. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമായിരിക്കും അതിൽ നിയമങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശമുള്ളത്. അടുത്തത് 3-ാമത്തേതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇൻക്ലൂഡ് സബ്ജക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ടു ബോത്ത് ദ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ള വരുന്ന കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിലുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻസ്, മാരേജ്, അഡോപ്ഷൻ ആൻഡ് സക്സഷൻ, എന്നുവെച്ചാൽ നമ്മൾ ദത്തെടുക്കുക എന്നുള്ള പറയുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ഗവൺമെൻറ്റും ഒരുപോലെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക.
ഇനി ഈ 3 ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളുണ്ട്. അതിനെ പറയുന്നതാണ് റെസിഡ്യൂറി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ റെസിഡ്യൂറി സബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. ഇതിൽ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ദ പവർ ടു ലെജിസ്ലേറ്റ് ഓൺ ദിസ് റെസിഡ്യൂറി സബ്ജക്ട്സ്. ഇതിൽ ആർക്കായിരിക്കും അധികാരം? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിനായിരിക്കും അധികാരം. ഇത് യൂണിയനിലും സ്റ്റേറ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ റിലേറ്റിംഗ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ അധികാരം എടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ കാര്യം നോക്കാം. Some states enjoy a special status. States such as Assam, Nagaland, Arunachal Pradesh and Mizoram enjoy special powers under certain provisions of the Constitution of India. അതായത് ആർട്ടിക്കിൾ 371 പ്രകാരം നമ്മുടെ ഈ ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയില്ല, ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ സ്റ്റേറ്റുകൾക്ക് കുറച്ച് സ്പെഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അവിടുത്തെ പർട്ടിക്കുലർ സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ പവർ ഉണ്ട്. ദിസ് സ്പെഷ്യൽ പവേഴ്സ് ആർ എസ്പെഷ്യലി എൻജോയ്ഡ് ഇൻ റിലേഷൻ ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ലാൻഡ് റൈറ്റ്സ് ആൻഡ് ഇൻഡിജീനിയസ് പീപ്പിൾ. അവിടുത്തെ ആളുകൾക്ക് അവരുടെ കൾച്ചർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, ഗവൺമെൻറ് സർവീസിൽ എംപ്ലോയ്മെൻ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. Indians who are not permanent residents of the state cannot buy land or houses here. അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ പറ്റില്ല. സിമിലർ സ്പെഷ്യൽ പ്രൊവിഷൻസ് എക്സിസ്റ്റ് ഫോർ സം അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആസ് വെൽ. ഇതുപോലെ കുറേ റൂൾസ് നിൽക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടി ഇന്ത്യയിലുണ്ട്. ഇനി യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗമുണ്ട്. സ്റ്റേറ്റും അല്ല സെൻട്രും അല്ല എന്ന് പറയുന്ന പോലത്തെ കുറച്ച് പ്രദേശങ്ങൾ കൂടി നമ്മുടെ ഇന്ത്യയിലുണ്ട്. India has certain areas that don't have the same powers as states but are too small to be independent states themselves. അതായത് സ്റ്റേറ്റിനെ പോലെ അധികാരമൊന്നുമില്ല, പക്ഷേ സ്റ്റേറ്റിനേക്കാളും ചെറുതായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? നമുക്ക് ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, പോണ്ടിച്ചേരി, ഡൽഹി, ആൻഡമാൻ നിക്കോബാർ, അങ്ങനെ കുറേ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ആരായിരിക്കും കൂടുതലായിട്ട് തീരുമാനിക്കുന്നത്? അത് യൂണിയൻ നേരിട്ടായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 അതിൽ കൂടുതലോ ലെവൽസ് അല്ലെങ്കിൽ ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ കേസിൽ 3 എണ്ണാണുള്ളത്: യൂണിയൻ, സ്റ്റേറ്റ്, ലോക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ തന്നെ പറയുന്നുള്ളൂ. നന്നായിട്ട് ഒന്നും കൂടെ ക്ലാസ് നോക്കുക. ഈ പറഞ്ഞ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, ബൈ.